കളങ്കാവൽ തീർത്തും വ്യത്യസ്തമായ പുതിയൊരു ടൈറ്റിലുമായി മമ്മൂട്ടി വിനായകൻ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ വന്നു കഴിഞ്ഞു. ഏറെ പ്രതീക്ഷ നൽകുന്നതും ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുമായ ടൈറ്റിൽ തന്നെ എന്നതിൽ യാതൊരു സംശയവുമില്ല. കളങ്കാവൽ എന്ന ടൈറ്റിലിന്റെ അർത്ഥതലങ്ങൾ വിവരിച്ചുകൊണ്ടൊരു റീൽ കുറച്ചു നേരത്തെ വന്നിരുന്നു. നമുക്കിപ്പോൾ ആ ടൈറ്റിലിന്റെയും ടൈറ്റിൽ വരുന്നു എന്നുള്ള ടീസർ പോസ്റ്ററിനെയും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധയോടെ നോക്കിയാലോ. ഒരൊറ്റ നോട്ടത്തിൽ ടൈറ്റിൽ ടീസർ പോസ്റ്ററിലും തെളിഞ്ഞു കാണാവുന്നത് മേസ് ആണ്. നമ്മൾ ഈ ചെറുപ്പകാലത്ത് കളിച്ചിട്ടുള്ള മോട്ടുമൊയിലിന് ക്യാരറ്റിന്റെ അടുത്തെത്താനുള്ള വഴി കണ്ടെത്തൂ എന്ന ആ സംഭവമില്ലേ, അത് തന്നെ. ഈ മേസ് എന്നതിന് ലാബ്രിന്ത് എന്നൊരു പര്യായ പദം കൂടിയുണ്ട്. എന്താണ് ഈ ലാബ്രിന്ത് എന്ന് ചോദിച്ചാൽ അതിലൊരു കഥയുണ്ട്. അതൊന്ന് ചുരുക്കി പറയാം. ഗ്രീക്ക് പുരാണത്തിൽ മിനോസ് എന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ കലാകാരനായിരുന്ന ഡെഡാലസിന്റെ കണ്ടെത്തലായിരുന്നു കുരുക്കുകൾ നിറഞ്ഞ വിഭ്രമാത്മകമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ലാബ്രിന്ത് എന്ന മേസ്. മിനോറ്റോർ എന്ന നരഭോജിയായ ഭീകരജന്തുവിനെ പുറത്തു കടക്കാനാവാത്ത വിധം തടഞ്ഞു വയ്ക്കാനാണ് ലാബ്രിന്ത് അന്ന് രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. എന്നാൽ ലാബ്രിന്ത് നിർമ്മിച്ചതിനു ശേഷം ഡെഡാലസിന് പോലും അതിനകത്തു നിന്ന് പുറത്തു കടക്കാൻ ഏറെ ക്ലേശിക്കേണ്ടി വന്നു അത്രേ. മിനോറ്റോറിനെ പിന്നീട് കൗശലപൂർവ്വം കൊല്ലുകയാണ് ചെയ്തത്. ഇനി ഇതുമായി ഈ പോസ്റ്റർ ടൈറ്റിൽ ചിത്രത്തെ കൂട്ടി വായിക്കണോ എന്നത് സിനിമ കണ്ടു തന്നെ അറിയണം. എന്തായാലും തുല്യരായ രണ്ട് കഥാപാത്രങ്ങളിൽ ഒരാൾ നിർമ്മിക്കുന്ന ലാബ്രിന്ത് കണക്കെയുള്ള കുരുക്ക് സിനിമയ്ക്ക് പിന്നിലുണ്ടാകും എന്നത് തീർച്ചയാണ്. അതുപോലെ രസകരമായ മറ്റൊരു കാര്യം, ടൈറ്റിൽ ടീസർ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന പട്ടാള ജീപ്പും അതിന് കുറച്ച് ദൂരത്തായി പുറം തിരിഞ്ഞു നിൽക്കുന്ന പട്ടാളക്കാരനും അതൊരു പക്ഷേ സെക്യൂരിറ്റി ഗാർഡും ആവാം. പിന്നെ ജീപ്പിന് മുന്നിലായി ഹെഡ്ലൈറ്റിന്റെ തെളിച്ചത്തിൽ കാണുന്ന കറുത്ത ഷൂ മാത്രം ബാക്കി വെച്ച് നിഴലായി നിലകൊള്ളുന്ന മറ്റൊരാളും. ഇവിടെ പട്ടാളക്കാരൻ നിലകൊള്ളുന്നത് ഒരു വഴിയുടെ അവസാനമാണ്. എന്നാൽ ജീപ്പും നിഴലും ആ വഴി വിട്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട്. കൂടാതെ ഇതെല്ലാം വീക്ഷിക്കുന്ന ചിലരെ ജനാലകളിലും കാണാം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്നാൽ ഇതിലും വെരി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് ആ നിഴലിൽ കാണുന്ന പ്രത്യേകതരം ചിലന്തിയാണ്. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന വെസ്റ്റേൺ ബ്ലാക്ക് വിഡോ സ്പൈഡർ എന്നറിയപ്പെടുന്ന നല്ല വിഷമുള്ള പെൺ ചിലന്തിയാണത്. കൂടുതലായും കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ ചിലന്തിയുടെ പുറത്ത് അവർ ഗ്ലാസ് ആകൃതിയിലുള്ള ചുവന്ന അടയാളമുണ്ടാകും. ഈ ഇനത്തിലുള്ള ചിലന്തിയുടെ വലകൾക്ക് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ചിലന്തി വല പോലെ കൃത്യമായ ഘടനയൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഇവ തികച്ചും ക്രമരഹിതമായ അല്ലെങ്കിൽ കുഴപ്പമുള്ള വലകളാണ് നിർമ്മിക്കുന്നത്. അതായത് ആദ്യം പറഞ്ഞ ലാബ്രിന്ത് കുരുക്കു പോലെ തലങ്ങും വിലങ്ങും പൂട്ടിയിടുന്ന തരത്തിലുള്ള ഒരു വല. ഇവിടെ നായകന്റെ അല്ലെങ്കിൽ പ്രതിനായകന്റെ നിഴലിൽ കഴിയുന്നത് ഉഗ്രവിഷവും വലവിരിക്കാൻ കഴിവുള്ളതുമായ ആരോ ആവണം. അപ്പോൾ എതിരാളിക്ക് ആ ലാബ്രിന്തിലൂടെ തിരഞ്ഞു പിടിച്ചു തകർക്കേണ്ടത് ആ നിഴലിനെയും നിഴലിൽ കഴിയുന്ന വെസ്റ്റേൺ ബ്ലാക്ക് വിഡോ കണക്കെയുള്ള വിഷജീവിയെയും ആണെന്ന് വരാം. ഇനി ആ ടൈറ്റിൽ മൊത്തത്തിൽ ഒന്നുകൂടി വായിച്ചു നോക്കിക്കേ. കളങ്കാവൽ, ദ വെനം ബിനീത്ത് എന്നാണത്. ഈ പറഞ്ഞതെല്ലാം ആ പോസ്റ്ററുകൾ കണ്ടപ്പോൾ തോന്നിയ ഊഹാപോഹങ്ങൾ മാത്രമാണ്. സിനിമ റിലീസാവുമ്പോൾ മാത്രമേ എന്താണ് ഇതിലെ നിജം എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഏതായാലും പ്രതീക്ഷയോടെ കളങ്കാവൽ ടീമിന് ആശംസകളോടെ ടീം M3DB.